നെടുങ്കുന്നം സെന്റ് തെരേസാസ് LP സ്കൂളിൻ്റെ 2023-24 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ആമുഖം. അറിവിൻ്റെ തൂവെളിച്ചം കുരുന്ന ഹൃദയങ്ങളിൽ പകർത്തിക്കൊണ്ട് സെന്റ് തെരേസാസ് LP സ്കൂൾ നെടുങ്കുന്നത്തിൻ്റെ മണ്ണിൽ പ്രശോഭിതമായിട്ട് 104 വർഷങ്ങൾ പിന്നിടുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ വെന്നിക്കൊടി പാറിച്ച 2023-24 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ആദരപൂർവ്വം സമർപ്പിക്കുന്നു. നമ്മുടെ വിദ്യാലയം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം രക്ഷാധികാരിയായിരിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ കോർപ്പറേറ്റ് മാനേജർ റെവറൻഡ് ഫാദർ മനോജ് കറുകയിലും സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലി തെരേസ് CMCയും ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സെലിൻ ജേക്കബ് CMCയുമാണ്. 12 ഡിവിഷനുകളിലായി 330 കുട്ടികളും ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സെലിൻ്റെ നേതൃത്വത്തിൽ 12 അധ്യാപകരും ഹിന്ദി, കമ്പ്യൂട്ടർ, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പ്രത്യേകം അധ്യാപകരും 3 അനധ്യാപകരും ഈ സ്കൂളിൻ്റെ ഭാഗഭാക്കുകളാണ്. 2023 മെയ് 31 സ്റ്റാഫ് മീറ്റിംഗ് കൂടി സ്റ്റാഫ് കൗൺസിൽ രൂപീകരിക്കുകയും പ്രവർത്തനാസൂത്രണം നടത്തുകയും ചെയ്തു. ബെർസാറായി ശ്രീമതി ലാലിമോൾ ജോസഫിനെയും സ്റ്റാഫ് സെക്രട്ടറിയായി ടോം ജോസഫിനെയും PTA സെക്രട്ടറിയായി സ്വപ്ന സേവ്യറിനെയും SRG കൺവീനറായി മെറീന സെബാസ്റ്റ്യനെയും തിരഞ്ഞെടുത്തു. ഈ സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോയ അലീന ബേബി, സോഫിയ ജോയ് എന്നിവർക്ക് പകരം നീതുമോൾ മാത്യു, ജോബ്സി P സേവ്യർ എന്നിവർ നിയമിതരായി. ലാലിമോൾ ജോസഫിൻ്റെ താത്കാലിക അവധിയിലേക്ക് ലിറ്റോ തോമസ് നിയമിതനായി. നമ്മുടെ പ്രഥമ അധ്യാപികയായ സിസ്റ്റർ സെലിൻ ജേക്കബ് CMC, അധ്യാപകരായ ജെയ്സമ്മ വർക്കി, ലാലിമോൾ ജോസഫ്, ഫാൻസി വർഗീസ് എന്നിവർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ഈ വർഷം വിരമിക്കുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾ മികവുകൾ. 2023 ജൂൺ 1 സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലി തെരേസിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന CJ ഉദ്ഘാടനം ചെയ്തു. നവാഗതരെ സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും നൽകി സ്വീകരിച്ചു. രാവിലെ 8:45 സ്കൂളിലെത്തുന്ന കുട്ടികൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് 9:10 അധ്യാപകരുടെ പ്രാർത്ഥനയ്ക്കു ശേഷം കുട്ടികളുടെ നേതൃത്വത്തിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി അസംബ്ലി യഥാദിവസം നടത്തുകയും അതോടൊപ്പം GK+ എന്ന പേരിൽ പൊതുവിജ്ഞാന പരിശീലനം നടത്തുകയും തുടർന്ന് അധ്യയനം ആരംഭിക്കുകയും ചെയ്യുന്നു. അധ്യയന വർഷാരംഭത്തിൽ തന്നെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ, യൂണിഫോം ഇവ വിതരണം ചെയ്തു. സർക്കാർ പദ്ധതിയായ ഉച്ചഭക്ഷണം, സ്പെഷ്യൽ അരി, പാൽ, മുട്ട എന്നിവ 320 കുട്ടികൾക്ക് നൽകി വരുന്നു. സ്കൂളിൽ കൃഷി ചെയ്യുന്ന വിഷരഹിതമായ പച്ചക്കറികളും ഇതിനായി ഉപയോഗപ്പെടുത്തുന്നു. അധ്യാപക പരിശീലനങ്ങളിലൂടെ സജ്ജരാക്കപ്പെട്ട അധ്യാപകർ ക്ലാസ് മുറികളിലെ പഠന പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നു. കൃത്യമായ ഇടവേളകളിൽ സ്റ്റാഫ് മീറ്റിങ്ങുകൾ കൂടുകയും സ്കൂൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. അധ്യാപകരുടെ കൂട്ടായ്മ ഊട്ടിയുറപ്പിക്കുന്നതിനായി ജന്മദിന ആഘോഷങ്ങളും സ്റ്റാഫ് ടൂറും സംഘടിപ്പിച്ചു. അക്കാദമിക പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലെ മികച്ച LP സ്കൂൾ അവാർഡ് കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിച്ചു. അക്കാദമിക പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ചങ്ങനാശ്ശേരി ഹോളി ക്വീൻസ് പ്രൊവിൻസ് ബെസ്റ്റ് LP സ്കൂൾ അവാർഡ് തുടർച്ചയായി ഈ വർഷവും കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. കൂടാതെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ബെസ്റ്റ് LP സ്കൂൾ അവാർഡ് നേടിയതിൻ്റെ പ്രോത്സാഹനമായി ചങ്ങനാശ്ശേരി ഹോളി ക്വീൻസ് പ്രൊവിൻസ് പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. 1-2 ക്ലാസ്സുകളിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സംയുക്ത ഡയറി, സചിത്ര ബുക്ക്, പാട്ടരങ്ങ്, ഭാഷോത്സവം തുടങ്ങിയവ നടത്തപ്പെട്ടു. കറുകച്ചാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ഓമന KK സംയുക്ത ഡയറി പ്രകാശനം ചെയ്തു. ICT സാധ്യത പ്രയോജനപ്പെടുത്തിയുള്ള പഠനം കുട്ടികൾക്ക് കൂടുതൽ ആസ്വാദ്യകരമാണ്. കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനായി SRG മീറ്റിംഗ്, ക്ലാസ് PTA ഇവ യഥാസമയം നടത്തപ്പെടുകയും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്യുന്നു. അധ്യയന വർഷാരംഭത്തിൽ നടന്ന SRG മീറ്റിംഗിൽ അക്കാദമിക മാസ്റ്റർ പ്ലാൻ നവീകരിച്ചു. 20ഓളം കുട്ടികൾക്ക് LSS പരിശീലനം നൽകി വരുന്നു. കഴിഞ്ഞ വർഷത്തെ LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയം നേടിയ ഋതു രാകേഷിനും നിഷാൽ MS നും സ്റ്റെഫി സാമുവലിനും അഭിനന്ദനങ്ങൾ.
പരിസ്ഥിതി ദിനം, വായനാ ദിനം, യോഗാ ദിനം, ലഹരി വിരുദ്ധ ദിനം, ചാന്ദ്രദിനം, ഹിരോഷിമ നാഗസാക്കി ദിനം, കർഷക ദിനം, സ്വാതന്ത്ര്യ ദിനം, ഓണം, അധ്യാപക ദിനം, ഗാന്ധി ജയന്തി, ശിശുദിനം, ക്രിസ്തുമസ് ഈ ദിനങ്ങൾ പ്രത്യേകമായി ആചരിച്ചു. ഇവയുടെ വീഡിയോകൾ സ്കൂൾ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികാസത്തിന് ഉതകുന്ന 12ഓളം ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നു. ജൂൺ 23-ന് ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടത്തി. സീഡ് ക്ലബിൻ്റെയും ഹെൽത്ത് ക്ലബിൻ്റെയും നേതൃത്വത്തിൽ ശ്രീമതി ലത പി തോമസ് രക്ഷിതാക്കൾക്ക് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും, സോഷ്യൽ സയൻസിന്റെ ഭാഗമായി കറുകച്ചാൽ SI ശ്രീ അനിൽകുമാർ പ്രകാശ് ചന്ദ്രൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിച്ച് ഒരു പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയമായി സ്കൂളിനെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു. അതിനുള്ള അംഗീകാരമായി കോട്ടയം ജില്ലയിലെ ഹരിത വിദ്യാലയം അവാർഡ് നമുക്ക് ലഭിച്ചത് ഏറെ സന്തോഷപ്രദമാണ്. സീഡ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ വീടുകളിൽ അടുക്കള പച്ചക്കറിത്തോട്ടം പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഹരിത ക്ലബ്ബ് സ്കൂളിൽ നടത്തുന്ന പച്ചക്കറി കൃഷി മനോരമ നല്ല പാഠം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് അഭിനന്ദനാർഹമായ നേട്ടമാണ്. ഇവയിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ മേൽനോട്ടത്തിൽ നടത്തിയ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കുട്ടികളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പരിചിതമാക്കാൻ സഹായകരമായി. ലാംഗ്വേജ് ക്ലബിൻ്റെ ഭാഗമായി കുട്ടികളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അസംബ്ലിയിലും ക്ലാസ് മുറിയിലും പത്രവായന നടത്തുകയും മികവാർന്ന ലൈബ്രറി സജ്ജമാക്കുകയും ചെയ്തിരിക്കുന്നു. ദീപിക, മനോരമ, മാതൃഭൂമി ദിനപത്രങ്ങൾ സ്പോൺസർ ചെയ്ത ജോയിച്ചൻ ചെറുശ്ശേരിൽ, ഷെഫീഖ് കുളങ്ങര, നൃത്ത അധ്യാപിക മഞ്ജുഷ മധു എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. ആർട്സ് ക്ലബിൻ്റെ ഭാഗമായി ദീപിക കളർ ഇന്ത്യ മത്സരം നടത്തപ്പെടുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. മികച്ച പരിശീലനത്തിലൂടെ സ്കൂൾ കലോത്സവത്തിൽ വിജയം നേടാൻ സാധിച്ചതിൽ ആർട്സ് ക്ലബിൻ്റെ പങ്ക് പ്രശംസനീയമാണ്. കുട്ടികൾക്കായി പ്രത്യേക നൃത്ത പരിശീലനവും നൽകി വരുന്നു. മാത്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഗണിതമേളയ്ക്ക് കുട്ടികളെ ഒരുക്കുകയും ക്വിസ് മത്സരങ്ങൾക്ക് പരിശീലനം നൽകി മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ദിനാചരണങ്ങൾ നടത്തുക, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കുട്ടികളിൽ ശാസ്ത്ര കൗതുകം ഉണർത്തുക, ശാസ്ത്രമേളയ്ക്ക് കുട്ടികളെ ഒരുക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. കുട്ടികളിൽ തൊഴിൽ നൈപുണികൾ വളർത്തുന്നതിൻ്റെ ഭാഗമായി സ്കൂളിൽ ഒരു പ്രവൃത്തി പരിചയ ക്ലബ്ബ് നടന്നുവരുന്നു. പ്രവൃത്തി പരിചയ മേളകളിൽ മികച്ച വിജയം നേടാൻ ഈ പരിശീലനം ഉതകുന്നു. സബ് ജില്ലാ കായികമേളയിൽ കഴിഞ്ഞ 10 വർഷങ്ങളായി ഓവറോൾ 1ാം സ്ഥാനം നേടാൻ സാധിച്ചതിൽ സ്പോർട്സ് ക്ലബിൻ്റെ പങ്ക് നിർണായകമാണ്. കുട്ടികളിൽ കായികശേഷി വികസിപ്പിക്കുന്നതിനായി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. കുങ്ഫു പരിശീലനം അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. അഖില കേരള സ്പോർട്സ് അസോസിയേഷനും കുങ്ഫു ഫെഡറേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ചാന്നാനിക്കാട് വെച്ച് നടത്തപ്പെട്ട 13ാമത് ഇന്റർ സ്കൂൾ കുങ്ഫു ചാമ്പ്യൻഷിപ്പിൽ വു ഫുക്വാൻ ഇനത്തിൽ ഗ്രൂപ്പ് 4ൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ 3ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ വർഷത്തെ സർക്കാർ നിർദ്ദേശപ്രകാരം 2, 3, 4 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി എനർജി ക്ലബ്ബ് രൂപീകരിക്കുകയും ഊർജ്ജ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഫാൻസി ടീച്ചർ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ചെയ്തു. തനതു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഭാഷ, ഗണിതം ഇവയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ദിവസവും 1 മണിക്കൂർ വീതം പരിശീലനം നൽകി വരുന്നു. നിരാലംബരായ സഹജീവികൾക്ക് സഹായകമാകും വിധം സാധന സാമഗ്രികൾ പൊതുവായി പങ്കുവയ്ക്കാൻ ഒരിടമൊരുക്കുന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ പദ്ധതിയായ വോൾ ഓഫ് ലവിന് തുടക്കമിട്ടു. ഈ വർഷം കുട്ടികൾക്ക് വണ്ടർലായിലേക്കും ലുലു മാളിലേക്കും ഫണ്ടൂര പാർക്കിലേക്കും നടന്ന പഠന വിനോദ യാത്രകൾ കുട്ടികളുടെ മാനസികോല്ലാസത്തിന് ഏറെ സഹായകരമായി. ആധ്യാത്മികവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും. സ്കൂൾ വർഷാരംഭത്തിലെ ആദ്യ വെള്ളിയാഴ്ച തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി. എല്ലാ ദിവസവും ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് കുട്ടികൾ ഒത്തുകൂടി ജപമാല ചൊല്ലുകയും അധ്യാപകർ പ്രാർത്ഥനയ്ക്കായി ഒരുമിക്കുകയും ചെയ്യുന്നു. വേദപാഠം, സന്മാർഗ പഠനം ക്ലാസുകൾ ആഴ്ചയിൽ 3 ദിവസം നടത്തുകയും ഓരോ ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകി വരികയും ചെയ്യുന്നു. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും കൗൺസിലിംഗ് നൽകുന്നതിന് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സെലിൻ ജേക്കബ് CMC നേതൃത്വം നൽകി വരുന്നു. സ്കൂളിൻ്റെ നാമധാരിയായ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തിരുനാൾ ഭക്തി നിർഭരമായി കൊണ്ടാടി.
ഉണ്ണീശോയുടെ പിറവി തിരുനാളായ ക്രിസ്മസിനൊരുക്കമായി 25 ദിവസത്തെ സുകൃതജപങ്ങൾ ചൊല്ലുകയും ത്യാഗപ്രവൃത്തികളിലൂടെ അധ്യാപകരും കുട്ടികളും കുടുക്കയിൽ സമാഹരിച്ച തുക അർഹമായ ഒരു വ്യക്തിക്ക് കൈമാറുകയും ചെയ്തു. ജീസസ് കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസിനൊരുക്കമായി തെരേസ്യൻ ക്രിസ്മസ് ലൈറ്റ്സ് എന്ന പേരിൽ തയ്യാറാക്കിയ റീൽസ് ഏറെ ശ്രദ്ധേയമായി. വിശുദ്ധ അൽഫോൻസ, പരിശുദ്ധ കർമ്മല മാതാവ്, ദുക്രാന തുടങ്ങിയ തിരുനാളുകൾ ഭക്തി നിർഭരമായി ആചരിച്ചു. എല്ലാ ബുധനാഴ്ചയും കുട്ടികളിൽ നിന്ന് ലഭ്യമാകുന്ന പൊതിച്ചോറ് മല്ലപ്പള്ളി കാരുണ്യ ഭവനിൽ നൽകുന്നു. എല്ലാ വെള്ളിയാഴ്ചയും വിൻസെൻ്റ് പോളിൽ നിന്ന് ലഭ്യമാകുന്ന തുകയും അർഹരായവർക്ക് നൽകുന്നു. നെടുങ്കുന്നം പള്ളിയിൽ പാവങ്ങളെ സഹായിക്കാനായി നടത്തിയ ഫുഡ് ഫെസ്റ്റിൽ 5000 രൂപ സംഭാവന നൽകുവാൻ നമുക്ക് സാധിച്ചു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ജീസസ് കിഡ്സ് ചാരിറ്റി ക്ലബ്ബുകളാണ്. പൗരോഹിത്യത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിനും സന്യാസത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന റവറൻ സിസ്റ്റർ ഡോക്ടർ ആനി പ്രസന്ന CMCക്കും തെരേസ്യൻ കുടുംബത്തിൻ്റെ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ നേരുന്നു. അധ്യാപക രക്ഷാകർതൃ സമിതി കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി കറുകച്ചാൽ സബ് ജില്ലാ ബെസ്റ്റ് PTA അവാർഡ് നമുക്ക് ലഭിച്ചു. ഈ വർഷത്തെ PTA പൊതുയോഗം ജൂൺ 23 നടത്തി. പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റായി ശ്രീരാജൻ VDയും MBTA പ്രസിഡന്റായി ശ്രീമതി സിനി ജോസും വീണ്ടും നിയമിതരായി. രക്ഷിതാക്കൾക്കായി ഫാദർ ജോസ് ഈറ്റോലിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഓണസദ്യ വിഭവങ്ങൾ സമാഹരിക്കുന്നതിലും സദ്യ ഒരുക്കി കുട്ടികൾക്ക് വിളമ്പുന്നതിലും രക്ഷിതാക്കളുടെ പങ്ക് പ്രശംസനീയമാണ്. ശാസ്ത്രോത്സവം, കലോത്സവം, കർഷക ദിനം, പഠന വിനോദയാത്രകൾ, ഓഡിറ്റോറിയത്തിൻ്റെ നവീകരണം, സ്കൂൾ അറ്റകുറ്റപ്പണികൾ, പെയിൻറ്റിംഗ് എന്നിവയിൽ രക്ഷിതാക്കൾ നിർലോഭമായ സഹകരണം നൽകി വരുന്നു. നവീകരിച്ച ഓഡിറ്റോറിയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം അഭിവന്യ പിതാവ് മാർ ജോസഫ് പെരുന്തോട്ടം നിർവഹിച്ചു. പിറന്നാൾ ദിനങ്ങളിൽ കുട്ടികൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് ആവശ്യമായ പുസ്തകങ്ങൾ നൽകുന്നു. ജന്മദിനത്തിൽ സ്കൂളിന് കോഡ്ലെസ് മൈക്ക് സെറ്റ് സമ്മാനമായി നൽകിയ നദിയ ടോമിക്കും കുടുംബത്തിനും, സ്റ്റേജിലിടാൻ 12 കസേരകൾ സമ്മാനമായി നൽകിയ ഇവാൻ ഗ്ലോറിക്കും കുടുംബത്തിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. നന്ദി. 104 വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ വിദ്യാലയത്തിൻ്റെ യശസ് ഉയർത്തുവാൻ പ്രചോദനമേകുന്ന നമ്മോടൊപ്പമായിരിക്കുന്ന കേരള വിദ്യാഭ്യാസ വകുപ്പ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, BRC, നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത്, ആരോഗ്യവകുപ്പ്, കൃഷി വകുപ്പ്, കറുകച്ചാൽ പോലീസ് സ്റ്റേഷൻ എന്നീ സമസ്ത മേഖലകൾക്കും നന്ദി അർപ്പിക്കുന്നു. നവീകരിച്ച ഓഡിറ്റോറിയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മത്തിന് സ്കൂളിലെത്തി ഞങ്ങളെയും കുട്ടികളെയും ധന്യരാക്കിയ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന് തെരേസ്യൻ കുടുംബത്തിൻ്റെ നന്ദിയുടെ നറുമലരുകൾ. മാർഗനിർദ്ദേശങ്ങളിലൂടെയും പ്രോത്സാഹനങ്ങളിലൂടെയും നമ്മെ നയിക്കുന്ന ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനും ബഹുമാനപ്പെട്ട മനോജ് കറുകയിലച്ചനും ആധ്യാത്മികവും ഭൗതികവുമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി എന്നും ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്ന ചങ്ങനാശ്ശേരി ഹോളി ക്വീൻസ് പ്രൊവിൻസിനും കൗൺസിൽ അംഗങ്ങൾക്കും പ്രത്യേകമായി നെടുങ്കുന്നത്തിൻ്റെ സ്വന്തം പുത്രിയായ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ സിസ്റ്റർ ഡോക്ടർ ആനി പ്രസന്ന CMCക്കും പ്രാർത്ഥനയിലൂടെയും പ്രോത്സാഹത്തിലൂടെയും ഞങ്ങൾക്ക് വേണ്ട പ്രചോദനം നൽകുന്ന നെടുങ്കുന്നം കർമ്മലീത്ത മഠത്തിലെ എല്ലാ സിസ്റ്റേഴ്സിനും മദർ സുപ്പീരിയർ സിസ്റ്റർ ജൂലി തെരേസ് CMCക്കും പ്രാർത്ഥനാ ചൈതന്യത്തിൽ ഞങ്ങളെ നയിക്കുന്ന നെടുങ്കുന്നം ഹൊറോന പള്ളിയിലെ വികാരി അച്ഛനും മറ്റ് അസിസ്റ്റന്റ് അച്ഛന്മാർക്കും തെരേസ്യൻ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അർഹരായ കുട്ടികൾക്ക് നോട്ട്ബുക്കുകൾ സംഭാവന നൽകിയ കറുകച്ചാൽ മർച്ചൻ്റ് അസോസിയേഷനെയും നിർധനരായ കുട്ടികൾക്ക് നോട്ട്ബുക്കുകളും സ്കൂളിലേക്ക് പ്രഥമ ശുശ്രൂഷ ബോക്സും സംഭാവന നൽകിയ നെടുങ്കുന്നം ലയൺസ് ക്ലബിനെയും നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങളുടെ സമഗ്ര വികസനത്തിന് നമ്മോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന PTA അംഗങ്ങൾക്കും സഹചർക്ക് സഹായഹസ്തം നീട്ടുകയും സ്കൂളിൻ്റെ ആവശ്യ സന്ദർഭങ്ങളിൽ നിർലോഭമായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുന്ന എല്ലാ പ്രിയ രക്ഷിതാക്കൾക്കും 1000 നന്ദി. ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ നെടുങ്കുന്നം സെൻറ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിൻഡ തെരേസ് CMCക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ഇൻഫന്റ് ജീസസ് നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ക്രിസ്ജോ CMCക്കും അധ്യാപകർക്കും ഞങ്ങളുടെ അഗൈതവമായ നന്ദി. കുട്ടികളുടെ കായികശേഷി വികസിപ്പിക്കുന്നതിനും
മാനസികോല്ലാസത്തിനും സഹായകമായ കുങ്ഫു പരിശീലിപ്പിക്കുന്ന നിമിൽ സാറിനും കുട്ടികളുടെ സർഗാത്മക ശേഷി വികസിപ്പിക്കുന്ന നൃത്ത പരിശീലകയായ ബേബിക്കുട്ടി ടീച്ചറിനും നന്ദി. ഞങ്ങളുടെ കുട്ടികളെ സുരക്ഷിതരായി സ്കൂളിലേക്കും തിരിച്ചു വീട്ടിലേക്കും എത്തിക്കുന്ന സ്കൂൾ ബസ് ജീവനക്കാരായ ജസ്റ്റിനും ഓമനക്കുട്ടനും കൊച്ചുറാണിക്കും കുഞ്ഞുമോൾക്കും ഓട്ടോറിക്ഷ, ജീപ്പ്, ട്രാവലർ തുടങ്ങിയ മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും നന്ദി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം വൃത്തിയോടെയും രുചിയോടെയും ഒരുക്കി നൽകുന്ന മോളിക്കും മിനിക്കും, സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ജാഗ്രത പാലിക്കുന്ന ശാന്തിക്കും നന്ദി. കുട്ടികൾക്ക് സ്കോളർഷിപ്പും എൻഡോവ്മെൻറ്റും ഏർപ്പെടുത്തിയ എല്ലാവർക്കും, ഈ വർഷം പുതിയതായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ചങ്ങനാശ്ശേരി ഹോളി ക്വീൻസ് പ്രൊവിൻസിനും ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ സെറിൻ ജേക്കബ് CMCക്കും, അധ്യാപകരായ ജെയ്സമ്മ വർക്കി, ലാലിമോൾ ജോസഫ്, ഫാൻസി വർഗീസ് എന്നിവർക്കും നന്ദി. അഭ്യുദയകാംക്ഷികളായ നാട്ടുകാർക്കും നന്ദി. എല്ലാറ്റിനുമുപരി ഇക്കാലം അത്രയും ഞങ്ങളെ കൈപിടിച്ചു നടത്തിയ സർവശക്തനായ ദൈവത്തിനും നന്ദി. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായോട് മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പൊതുജന സമക്ഷം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.